എഴുത്തിന് ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞാൽ എത്രമാത്രം പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഇഷ്ടമാണ് എഴുത്തിനോട്. എപ്പോഴും ബാഗിൽ ഒരു പേന, ഒരു ബുക്ക്, അത് മസ്റ്റാണ്. എൻ്റെ ഉള്ളിലുള്ള എല്ലാ വേദനകളും വിഷമങ്ങളും എൻ്റെ തൂലിക വഴി പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് കൂടാതെ എൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഭാരങ്ങളൊക്കെ അങ്ങനെ ഇറങ്ങിപ്പോകും. ഞാൻ ഭയങ്കര ഒരു റിലാക്സ്ഡ് ആവും. എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട്, എനിക്ക് സൗഹൃദങ്ങളില്ല ഇരുന്നൊരു കാലമുണ്ട്, അന്ന് ഞാൻ ആദ്യമായിട്ട് സ്വീകരിച്ച എൻ്റെ ലൈഫിലെ ആദ്യത്തെ സുഹൃത്ത് എഴുത്താണ്. എന്നിലെ അഗ്നിക്ക് ഒരിക്കലും എൻ്റെ ഉള്ളിലെ കനല് കെടുത്താൻ ഞാനും തയ്യാറല്ല. നീതി ആര്യ എന്ന എഴുത്തുകാരിയുടെ നിർവചനം സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ രുചിക്കാൻ ആഗ്രഹിക്കുന്ന, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു ഉയരാൻ ആഗ്രഹിക്കുന്ന, എന്നൊപ്പം തന്നെ മറ്റുള്ളവരെ കൂടി വിജയത്തിലേക്ക് കൈപിടിച്ച് എത്തിക്കാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു താങ്ങും തണലുമായിട്ട് നിൽക്കാൻ സാധിക്കുന്ന ഒരു വൻ തണൽമരമാകണം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹത്തിന്. ഈ ഒരു എഴുത്തിന്റെ ജൈത്രയാത്ര തുടർന്നേ എനിക്ക് മതിയാവൂ. എൻ്റെ തൂലികയിലൂടെ ഒരാളെങ്കിലും ആ ഒരാളുടെ ഡ്രീം എത്തിപ്പിടിക്കാൻ മുന്നിട്ടിറങ്ങിയാൽ അതാണ് എന്നിലെ ഫീനിക്സ് പക്ഷിയുടെ വിജയം. ഇനി മുമ്പോട്ട് ഈ അനന്ത വിഹായസിലേക്ക് പറന്നുയരാൻ അതെന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കും. എഴുത്തിന്റെ മേഖലയിലെ ഏറ്റവും വലിയ ഇപ്പൊ ഈ പുസ്തകം പബ്ലിഷ് ചെയ്യാനുള്ള ഏറ്റവും ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഞാൻ അധ്വാനിച്ച പണം കൊണ്ട് ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. അതിന് എൻ്റെ ജീവിതം, എൻ്റെ സ്വപ്നം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഈ മൂന്നേ നിർവചനങ്ങളേ ഉള്ളൂ ഈ ഒരു എൻ്റെ പക്ഷിക്കുപ്പിലെ മാണിക്യങ്ങൾ എന്ന പുസ്തകത്തിന് പിന്നിൽ. എൻ്റെ വെൽവിഷേഴ്സിന്റെ അഭിപ്രായം, കനൽ കെടാതെ സൂക്ഷിക്കുക, പിന്നെ ഇനിയും മുമ്പോട്ട് ഒത്തിരി എഴുതുക, പിന്നെ എന്താ പറയണേ, ഒരു പെൺകുട്ടി എത്തിപ്പിടിക്കാവുന്നത്രയും ഹൈറ്റിൽ എത്തിപ്പിടിച്ചത് കൊണ്ട് തന്നെ ഒത്തിരി ഇപ്പോ റെസ്പെക്റ്റോടെയാണ് ആൾക്കാർ എന്നെ കാണുന്നത്. വെൽവിഷേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും കൂടുതൽ കിട്ടിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ആദരവ്. അമ്മമാര് ഒത്തിരി പ്രാർത്ഥിച്ച് നെറുകയിൽ കൈവച്ച് അനുഗ്രഹിച്ചു പോയ ഒത്തിരി ഘട്ടങ്ങൾ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നത് ജീവിതത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എന്തോ ഒരു വലിയത് നേടി എന്നൊരു തോന്നൽ എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനാവാത്തൊരു ഞെട്ടലാണ്. 4 ചുവരുകൾക്കുള്ളിൽ അടഞ്ഞിരിക്കേണ്ടതല്ല നിങ്ങളുടെ സ്വപ്നം. നിനക്ക് ഇതിന് കഴിയില്ലെന്നൊരാൾ പറയുമ്പോൾ എനിക്കതിനാവും എന്ന് ചിന്തിച്ചാലാണ് നമുക്ക് മുമ്പോട്ട് ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. നമ്മുടെ ഡ്രീമിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഒത്തിരി പേര് അവിടെ എത്തില്ല, കുറവാണ്, അത് ചെയ്തില്ല, ഇങ്ങനെയാണ് അവർക്ക് പറയുമ്പോൾ അങ്ങ് പറഞ്ഞു പോവാം. കാരണം അവരത്രയും ഹൈറ്റിൽ എത്തിയിട്ടില്ല. അവരിപ്പോ നമ്മൾ പറയുമ്പോൾ നമ്മളങ്ങ് വീണു പോകും. അതാണ് അവരുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ. നമ്മളെ എപ്പോഴും ഒപ്പോണന്റ് ആയിട്ട് നിൽക്കാനായിട്ട് എതിരാളിയായിട്ടുണ്ടാവും. നമ്മൾ ആ എതിരാളിയെ വെട്ടിമാറ്റി ചെക്ക്മേറ്റ് പറയുമ്പോഴാണ് വിജയം. അതിപ്പോ ചെസ്സിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ ഡ്രീം എത്തിപ്പിടിക്കണം. ഡ്രീം എത്തിപ്പിടിക്കാൻ സാധിക്കില്ല, എനിക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങുന്ന ആ ഒരൊറ്റ നേരം, അല്ലെങ്കിൽ ആ ഒരൊറ്റ ധൈര്യം മതിയാവും മുമ്പോട്ട് ജീവിക്കും. ഇന്നെത്തി നിൽക്കാൻ ഞാൻ സഹിച്ച കഷ്ടപ്പാടുകൾ ഏറെയാണ്. എന്താ പറയാ, ഒരു ഡെഫിനേഷൻ ഞാൻ പറയാം. ഞാൻ താണ്ടി വന്നത് കനൽ വഴിയാണ്, ഇനി താണ്ടേണ്ടത് ഒരു അഗ്നിപർവ്വതമാണ്. അപ്പം എനിക്ക് അതിനുള്ള ശക്തി ഞാൻ എൻ്റെ ഉള്ളില് ഞാൻ നേടും എന്ന് സ്വയം പറഞ്ഞാൽ മതി. പിന്നെ എല്ലാരെയും ബോധിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു കാലത്ത് മനസ്സിലാക്കേണ്ടവർ നമ്മളെ മനസ്സിലാക്കും. അതുകൊണ്ട് എന്താ പറയണേ, ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുക. ഡ്രീം അച്ചീവ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുക. ഇന്നത്തെ ഇന്നത്തെ കഷ്ടപ്പാട് നാളത്തെ ചരിത്രമാണ്. അതിനു വേണ്ടിയിട്ട് പോരാടുക, അത്രമാത്രം. ഏഞ്ചൽ സാറാജ്, സ്വാതന്ത്ര്യമില്ലായ്മ. നീതി ആര്യ, ഞാൻ ഏറെ ഇഷ്ടത്തോടെ സ്വാതന്ത്ര്യത്തിന്റെ രുചി ആസ്വദിക്കുന്നുണ്ട്. അതാണ് ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. പഴയ ഞാൻ അത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്തൊരു അധ്യായമാണ്. എന്താ പറയാ, ഒരു ഭീരു, ആ ഒരൊറ്റ വാക്കാണ് എന്നെ വിശേഷിപ്പിക്കാവുന്നത്. ഭീരു, ധൈര്യമില്ലാത്തവള്, എന്താ പറയണേ, ഒരു ഗുഹയ്ക്കുള്ളിൽ ഒളിച്ച് പേടിച്ച് അസ്തിത്വം മറച്ചു വെച്ച് ജീവിക്കുന്ന ഒരാളില്ലേ, അതുപോലെ എല്ലാരെയും പേടി, സമൂഹത്തിലാണെങ്കിൽ ഏറെ പേടി. പക്ഷേ അത് വേണ്ടിയിരുന്നില്ല. കുറച്ചും കൂടി തൻ്റെ ഇടം, ആ ഒരു വാക്ക് തന്നെയാണ് ചേരുന്നത്. തൻ്റെ ഇടം ഉള്ളൊരു പെണ്ണായിട്ട് നട്ടല് നിവർത്തി നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. പിന്നെ ഞാൻ മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ചുറ്റിനുള്ള തടസ്സങ്ങളെല്ലാം വന്ന് എനിക്ക് മുറിച്ചു മാറ്റാമായിരുന്നു എന്ന് പിന്നെ ചിന്തിച്ചു. പക്ഷെ ഇനി മുന്നോട്ട് അങ്ങനെയല്ല, ഏറെ മാറ്റങ്ങൾ ഉണ്ടാവും. പഴയകാലം ഇനി അടഞ്ഞൊരു അധ്യായമാണ്. ഞാൻ ഇത് തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഒത്തിരി വേദനകളിലൂടെ കടന്നു വന്ന ഒരാളാണ്. ഒരു പെൺകുട്ടി എങ്ങനെ ആവരുത് എന്നുള്ളതായിരുന്നു എൻ്റെ പാസ്റ്റിലെ വിഷയം. പക്ഷെ ഇനി ഒരു പെൺകുട്ടി എങ്ങനെ ആവണം എന്നുള്ളതിലേക്കാണ് എൻ്റെ യാത്ര. സഹ്യാദ്രി ക്രിയേറ്റീവ് പബ്ലിഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ പറയാനാണെങ്കിൽ, ഈ അനന്ത വിഹായസിലേക്ക് പറക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്ക് എൻ്റെ 2 വശത്തുനിന്നുള്ള ഒരു ചിറക്, എൻ്റെ ചിറകുകൾ മുറിഞ്ഞു പോയിരുന്നു. ആ ചിറക് തുന്നി ചേർക്കാനായിട്ട് എന്നെ സഹായിച്ചവരാണ് സഹ്യാദ്രി ക്രിയേറ്റീവ് പബ്ലിഷേഴ്സ്. എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾക്കെല്ലാം കറുത്ത നിറമായിരുന്നു, അതിന് വർണ്ണങ്ങൾ ചാലിച്ചു. പുതിയൊരു വർണ്ണം
ഭാര്യ വിതറിയ ഒരു പുതിയൊരു ലോകം എനിക്ക് മുമ്പിൽ തുറന്നു. ഞാൻ എന്താണ്, എൻ്റെ ഐഡന്റിറ്റി എന്താണെന്ന് പൊതു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാരുടെ ഇടയിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല മികച്ച സുഹൃത്ത്, വഴികാട്ടി, അങ്ങനെ എല്ലാമാണ് സഹ്യാദ്രി ക്രിയേറ്റീവ് പ്രൊഫഷൻസ്. വാട്ട്സ് നെക്സ്റ്റ്, ഇനി മുമ്പോട്ട് എന്താണെന്നുള്ളത് തുടരും. എന്താ പറയാ, എൻ്റെ ഏറ്റവും വലിയ റോൾ മോഡലാണ് അരുന്ധതി റോയ് എന്ന റൈറ്റർ. ആ റൈറ്ററെ പോലെ ആവാൻ എനിക്ക് കഴിയില്ല. അവര് അവരുടേതായ ഒരു എന്താ പറയുക, വളരെ ഒരു സ്പെഷ്യൽ പേഴ്സൺ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ആ മാമിന്റെ കയ്യിൽ നിന്ന് ഒരു അവാർഡ് വാങ്ങി എൻ്റെ പേരൻസ് ഇരിക്കുന്ന സദസ്സിൽ അല്ലെങ്കിൽ അവരുള്ള ഒരു സദസ്സിൽ വെച്ചിട്ട് എല്ലാവരാലും കുറച്ചുകൂടി അംഗീകരിക്കപ്പെടണം. അതിനു വേണ്ടിയിട്ട് അംഗീകരിക്കപ്പെടണം എന്നല്ല, അതൊരു പെണ്ണിന്റെ അവകാശമാണ് അംഗീകരിക്കപ്പെടുക, അല്ലെങ്കിൽ ഈ സമൂഹത്തിലുള്ള ഉന്നതിയിൽ എത്തി നിൽക്കുക. അവള് സഹിക്കുന്ന വേദനകളും വിഷമങ്ങളും ഒക്കെ കാണുന്നവർ കുറവ്. കാരണം പല മേഖലകളിലും ഇന്ന് പെൺകുട്ടികൾ കുറവാണ്. ഇനിയും മുമ്പോട്ട് വരണം. അങ്ങനെ ഡ്രീം എന്നത് അടച്ചിടാനുള്ളതല്ല. ഒരു 4 വാക്ക് അല്ലെങ്കിൽ 5 വാക്ക് ഡ്രീം എന്ന് വെറുതെ സ്കൂളിലും കോളേജിലും പറഞ്ഞ് പഠിക്കാവുന്ന ഒരു കാര്യമല്ല ഡ്രീം എന്നത്. അത് സംതിങ് എക്സ്ട്രാ ഓർഡിനറി. സ്പെഷ്യലി ഇപ്പം നമുക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേണ്ട, എക്സ്ട്രാ ഓർഡിനറി ആയ ലൈഫ് നമ്മുടെ ആഗ്രഹം എന്താണോ അതിന് എത്ര വലുതാണോ അത് എത്തിപ്പിടിക്കാൻ ഒത്തിരി വിധോവൻ, കണ്ണിന് കാഴ്ചയില്ല, കേൾവിയില്ലാത്ത അത്രയും ഹാർഡായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു വന്ന് ഈ ലോകം പോലും കൈയടിക്കുന്ന രീതിയിലൊരു വലിയ സംഗീതജ്ഞനായി മാറിയ ആളാണ് വിധോവൻ. നമ്മുടെ കുറവുകളെ, പരിമിതികളെ ഓർത്ത് ചിന്തിച്ചിരിക്കാതെ ഡ്രീമിനെ മുമ്പോട്ട് ഓടി ചേസ് ചെയ്ത് പിടിക്കണം. അതിലാണ് ജീവിതം ഇരിക്കുന്നത്. ആ ഒരു ഡ്രീമാണ് എൻ്റെ ലൈഫാണ്. ഇപ്പം റൈറ്റിംഗ്, അതാണ് എൻ്റെ ലൈഫ്, എൻ്റെ ബ്രീത്ത്. അതുകൊണ്ട് ആകെ ഒരൊറ്റ വാചകം എനിക്ക് പറയാനുള്ളൂ എൻ്റെ ഈ ഒരു ജൈത്രയാത്രയിൽ: തുടരും, അത്രമാത്രം. എൻ്റെ ജോലി കിട്ടി ഉള്ള ആദ്യത്തെ സാറ്റർഡേ ഞാനിങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ആരോമല് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു, ഇപ്പോ എടാ ഋതു ചേച്ചി ഇങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, അതെ ഞാൻ നിനക്കത് അയച്ചിട്ടുന്നുണ്ട്, സഹ്യാദ്രി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന പബ്ലിഷേഴ്സ് ആണ്, നിന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാൻ പറയുന്നു. ഞാൻ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചിരുന്നു, വേണോ വേണ്ടയോ ഞാൻ ഒന്നും കൂടെ ആലോചിച്ചു. ഞാൻ അമ്മ അനീതി ഹോളിലിരിക്കുകയായിരുന്നു. ഞാൻ അവരോട് ചെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടം, മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ വിളിക്കുന്നു. ഫോൺ എടുക്കുന്ന ആള് വളരെ സോഫ്റ്റ് ആയൊരു വോയിസ് ആണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ അനഘ എന്ന് പറഞ്ഞ് പരിചയപ്പെട്ടു. ഒത്തിരി സംസാരിച്ച് എന്നോട് ആദ്യമേ തന്നെ പറയുന്നത്, നമ്മൾ ഒരേ വേ ഓഫ് പാത്ത് വേയിലൂടെയാണ് പോകുന്നത്, നമ്മുടെ ചിന്താഗതികളും വൈബും എല്ലാം ഒരുപോലെയാണെന്ന് പറഞ്ഞ് വളരെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ആദ്യം സംസാരിക്കുന്ന ആളാണ് അനഘ ചേച്ചി. അങ്ങനെ ഞാൻ എൻ്റെ ബുക്കും കാര്യങ്ങളെല്ലാം മുമ്പോട്ട് ഞാൻ എഴുതിയ ചെറിയ ചെറിയ കോട്ടുകളിലൂടെയാണ് തുടക്കം. പിന്നെ ഞാൻ എന്ത് എഴുതിയാലും അനഘ ചേച്ചി ആദ്യമായിട്ട് മെയിൽ ചെയ്യാൻ പഠിച്ചത് അനഘ ചേച്ചി പറഞ്ഞു തന്നതിലൂടെയാണ്. ഞാൻ ഇതുവരെ മെയിൽ ചെയ്തിട്ടില്ല, ഞാൻ മെയിൽ ചെയ്യാൻ പഠിച്ചു. ഞാൻ അതിൽ ഓരോന്ന് എഴുതിയിട്ടു. അനഘ ചേച്ചിയുടെ ഒപ്പീനിയൻ ഞാൻ ഏറ്റവും കൂടുതൽ ചാറ്റ് ചെയ്തിട്ടുള്ളത് അനഘ ചേച്ചിയായിട്ടാണ്. മുമ്പോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും. ആസ് എ ഫ്രണ്ട്, ആസ് എ സിസ്റ്റർ, എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറയാറുണ്ട്. എൻ്റെ എഴുത്തിന്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച ഹാർഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കടന്നു പോകുന്ന വഴികളെല്ലാം തന്നെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട്. അങ്ങനെ വന്ന് മുമ്പോട്ടുള്ള ജേർണി മുമ്പോട്ട് പോയി. അങ്ങനെ ഒരു ദിവസമാണ് ഇങ്ങനെ റൈറ്റിങ്ങിന്റെ ബുക്കിന്റെ കാര്യത്തിലേക്ക് വരുന്നത്. അങ്ങനെ പബ്ലിഷിങ്ങിന്റെ മറ്റു കാര്യങ്ങളും മുമ്പോട്ട് പോയി. ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ഞാൻ വയ്യാതിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ സിക്ക് ലീവ് എടുത്തു. അന്ന് ചേച്ചി ഉച്ചയ്ക്ക് എന്നെ വിളിക്കുന്നു, പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഞങ്ങൾ കുറെ നേരം ചർച്ചയിൽ ഏർപ്പെട്ടു കൊടുക്കും. എന്റെ മഷിക്കൊപ്പിലെ മാണിക്യങ്ങൾ എന്ന പേര് ഫിക്സ് ആവുന്നു. പിന്നെ ഞങ്ങള് മീറ്റ് ചെയ്തിട്ടില്ല, അതുവരെ മീറ്റ് ചെയ്തിട്ടില്ല, ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ ഫസ്റ്റ് മീറ്റ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്കധികം ഹാപ്പിനെസ് ആണ്. ഞാൻ ആദ്യം കാണുമ്പോൾ ചുവപ്പും കരപ്പും നിറയുള്ളൊരു ഭംഗിയുള്ളൊരു പട്ടുസാരി എല്ലാം കൊടുത്തൊരു ജിമിക്കൊക്കെ ഇട്ട് സുന്ദരിയായിട്ട് നിൽക്കുന്നത്. വരൂ എന്ന് പറഞ്ഞിട്ട് എന്നെ വെൽക്കം ചെയ്തു. ഞാൻ കയറി വരുമ്പോ അങ്ങനെയാണ് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. പിന്നെ സ്പീച്ച്, അതൊരു പെൺകുട്ടിയുടെ സ്വപ്നത്തിലേക്കുള്ള ജൈത്രയാത്ര എന്ന സ്പീച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്നെ എല്ലാവരും വെൽക്കം ചെയ്ത് എന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തി. പിന്നെ എനിക്കൊരു ചെറിയൊരു പൂവിന്റെ ബൊക്കെ തന്നു. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ, ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു, പക്ഷെ ഞാനും കൂടി അവിടെ വന്ന് ഇരിക്കണം. പിന്നെ ആദ്യമായിട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ടു. ഭദ്രദീപത്തിന് തെളിയും. സാധാരണ ഇതുപോലൊരു ഫംഗ്ഷന് തിരികൊളുത്തുന്നതും സ്റ്റേജിലൊക്കെ ഒത്തിരി ആൾക്കാർ ഇരിക്കുന്നതൊക്കെ വെറുതെ ഒരു സ്വപ്നം, ഒരു കിനാവ് പോലെ കണ്ടു മറന്നൊരു കാര്യം എൻ്റെ ലൈഫിൽ. അത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റും. ആ ഒരു ഞെട്ടല് മോളോട് തെളിയിക്കൂ, അടുത്ത് വന്ന് നിൽക്കൂ. പിന്നെ ഒത്തിരി ആൾക്കാർ വന്ന് പരിചയപ്പെട്ടു. ഇപ്പൊ എന്തോ ഒരു വലിയ സ്വപ്നം നേടിയെടുത്തൊരു ഇതാണ്. അതിനെല്ലാ ചിറകും വരിച്ചത് സഹ്യാദ്രിയാണ്. എൻ്റെ ഈ വിജയത്തിന് മുന്നുള്ള പൂർണ്ണ പിന്തുണ സഹ്യാദ്രി ടീം ഒത്തിരി എന്നെ പിന്തുണച്ചിട്ടുണ്ട്, എന്നെ അത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ പറയാ, ഈ ഒരു ബുക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്നത് പോലും ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഓരോ രാത്രികളും കരഞ്ഞു തീർത്തൊരു സ്വപ്നമാണ്. എന്താ പറയുക, ഡെഫിനറ്റ്ലി താങ്ക്സ് ടു എവ്രി വൺ. സഹ്യാദ്രി ടീമിലുള്ള ഓരോരുത്തരോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും അത് മതിയാവില്ല.